ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാനൊരു സെൽ സൈഡ് എൻട്രി ആയിരുന്നു എടുത്തിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ചൊരു ബുള്ളിഷ്നെസ് വന്നിരുന്നെങ്കിൽ കൂടി ആദ്യത്തെ ഒരു നെഗറ്റീവ് ക്യാൻഡലിൽ ആദ്യത്തെ ഒരു റിവേഴ്സൽ ക്യാൻഡലിൽ തന്നെ ഞാൻ എൻ്റെ എൻട്രി പ്ലേസ് ചെയ്തിരുന്നു. അതിനൊരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഫസ്റ്റത്തെ റിവേഴ്സൽ ക്യാൻഡിലും അല്ലെങ്കിൽ അതിന് മുന്നേ വന്ന ക്യാൻഡിലിലൊക്കെ ഭയങ്കരമായ രീതിയിൽ സെല്ലേഴ്സ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മൾ എൻട്രി എടുത്തത് ഒരു ബയ്യേഴ്സ് ട്രാപ്പ് എന്ന ഒരു കൺസെപ്റ്റിലാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓർഡർ ഫ്ലോ ചാർട്ടും അതേപോലെ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടും വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്നലെ നമ്മൾ പ്രീവിയസ് ഡേ വരച്ച് വെച്ച റെസിസ്റ്റൻസ് ആണിത്. ഇതായിരുന്നു നമ്മൾ പ്രീവിയസ് ഡേ വരച്ച് വെച്ച റെസിസ്റ്റൻസ്, സപ്പോർട്ട്, അതിൻ്റെ ഇടയിൽ വരുന്നൊരു ചെറിയൊരു ഏരിയ. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിലൂടെ അല്ലേ, ഈ ഒരു ക്യാൻഡിൽ ആണ് ഫസ്റ്റത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നല്ലൊരു ബുള്ളിഷ്നെസ് ഉള്ളൊരു ക്യാൻഡിലായിരുന്നു. സോ അതിന് ശേഷം വന്ന ഈ ക്യാൻഡിൽ തൊട്ടിട്ട് ഈ ഒരു ക്യാൻഡിൽ തൊട്ടിട്ട് ഇവിടെ സെല്ലേഴ്സ് ആയിരുന്നു കൂടുതൽ. എല്ലാം സെല്ലർ വോളിയായിരുന്നു. അപ്പോൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലിൽ മാത്രമാണ് ഒരു ബയ്യർ എന്ന് പറയുന്നൊരു ചെറിയൊരു ബൈയിങ് ഇംബാലൻസ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ബൈയിങ് ഇംബാലൻസ് വന്നത്. പക്ഷേ ഈ ഒരു ബൈയിങ് ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ കാണുന്ന വിക്കില്ലേ, ഇവിടെ നമ്മൾ ഈ ക്യാൻഡിലിൽ കാണുന്ന ഈ വിക്കിൽ നല്ല രീതിയിലൊരു ലിമിറ്റ് സെല്ലിങ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഈ ഒരു ബൈയിങ് ഇംബാലൻസിനെ സെല്ലേഴ്സ് ആ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ട്രാപ്പ് ചെയ്തതാണ് ഈ ക്യാൻഡിൽ. അപ്പോഴാണ് ഈ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിന് മേലെ നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചു. പെട്ടെന്ന് തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പിന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് അധികം വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു 1:2 എത്തി എന്നത്തെ ഒരു മൊമെൻറ്റം കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫ്ലോയുടെ മൊമെൻറ്റം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് എക്സിറ്റ് ചെയ്തത്. ഈ ഓർഡർ ഫ്ലോയിൽ ഇതേ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഫസ്റ്റത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ. ഇതിലൊക്കെ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. പക്ഷേ നമുക്കൊരു എൻട്രി എടുക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഈ ക്യാൻഡിലൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. ഇപ്പോൾ ഈ ക്യാൻഡിലൊക്കെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. പക്ഷേ നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ക്യാൻഡിലിന് നെക്സ്റ്റ് ക്യാൻഡിലിലെ ക്വാണ്ടിറ്റികൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു ഈ ക്യാൻഡിലൊക്കെ വന്നത് ഇല്ലേ. ഇതൊക്കെ ലിമിറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സോ അങ്ങനത്തെ ക്വാണ്ടിറ്റികൾ വന്ന് അപ്പോൾ ഇവിടെ നിന്നൊന്നും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രിക്കുള്ളൊരു പൊസിഷൻ നമുക്ക് കിട്ടിയില്ല. സോ അത് കഴിഞ്ഞ് ഇതായിരുന്നു നമ്മൾ കുറച്ചൊരു ബയ്യേഴ്സ് ഇംബാലൻസ് വന്നൊരു ക്യാൻഡിൽ. ഇതിലൊക്കെ കാണാം ചെറിയ രീതിയിലുള്ള ബയ്യേഴ്സ് ഇംബാലൻസ് വന്നു. പക്ഷേ വന്നെങ്കിൽ കൂടി ഇതിൻ്റെ ടോപ്പിൽ കണ്ടില്ലേ, ഇത് വലിയൊരു ക്വാണ്ടിറ്റി ലിമിറ്റ് സെല്ലാണ്. ഈ ക്വാണ്ടിറ്റിയും കൂടെ വന്ന് നെക്സ്റ്റ് ക്യാൻഡിലിൽ ഈ വന്ന ബയ്യേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ സെല്ലേഴ്സ് ഇംബാലൻസ് വന്നതാണ്. ഇതൊക്കെ സെല്ലേഴ്സ് ഇംബാലൻസ് പോരാത്തതിന് നല്ല രീതിയിലുള്ള ലിമിറ്റ് സെല്ലും വന്നു. അങ്ങനെ വന്ന് ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. അത് എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ടാർഗറ്റ് അടിക്കാൻ പറ്റി. പിന്നെ നിഫ്റ്റിയിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ഡൗൺ സൈഡിലേക്ക് നല്ല രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റികൾ വരുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെയുള്ള നല്ല വലിയ ക്വാണ്ടിറ്റീസ് വന്നു. ഇന്ന് മോർണിംഗിൽ തന്നെ ഇതേപോലെ വലിയൊരു ക്വാണ്ടിറ്റീസ് വന്നു. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ട്രേഡ് എടുക്കാനുള്ള റീസണും കാര്യങ്ങളും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഓർഡർ ഫ്ലോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഞാൻ കമൻറ്റിൽ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.